നമുക്കിനി DME 2-ൽ മോഡ്യൂൾ 5-ൻ്റെ തിയറി പോർഷൻസൊക്കെ നോക്കാം. മോഡ്യൂൾ 5-നകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഡിസൈൻ ഓഫ് ഫ്ലെക്സിബിൾ എലമെൻറ്റ്സ് ആണ്. ഈ ഫ്ലെക്സിബിൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡിസൈൻ ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ്, ഡിസൈൻ ഓഫ് വി ബെൽറ്റ്, പിന്നെ അതിനകത്ത് കുറച്ച് റോളർ ചെയിൻസിൻ്റെ കാര്യങ്ങളൂടെ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ബെൽറ്റ് ഡ്രൈവ്സ് എന്താണെന്ന് നോക്കാം. ഈ ബെൽറ്റ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാണ്. എന്നാലത് പറയാം. ബെൽറ്റ് ഡ്രൈവ് ഈസ് എ മെക്കാനിക്കൽ ഡ്രൈവ് മെയ്ഡ് അപ്പ് ഓഫ് ഫ്ലെക്സിബിൾ മെറ്റീരിയൽസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ഷാഫ്റ്റ് വിച്ച് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് റൺ അറ്റ് സെയിം ഓർ ഡിഫറൻറ്റ് സ്പീഡ്. അതായത് നമ്മുടെ പവർ ട്രാൻസ്മിഷന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ബെൽറ്റ് ഡ്രൈവ്സ്. നമുക്ക് വേറെ പല ടൈപ്പുകളുണ്ട്. ഗിയർ ഡ്രൈവ്സ് ഉണ്ട്, റോപ്പ് ഡ്രൈവ് ഉണ്ട്. അതിൻ്റെ ഒരു ടൈപ്പാണ് ബെൽറ്റ് ഡ്രൈവ്. അതായത് പവർ ട്രാൻസ്മിറ്റ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. അതായത് ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്നും ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം. അതിനൊരു ഉപയോഗിക്കുന്ന ഡ്രൈവാണ് ബെൽറ്റ് ഡ്രൈവ്. അതിനകത്ത് ബെൽറ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് ജസ്റ്റ് നോക്കുക. ഒന്ന് ലൈറ്റ് ഡ്യൂട്ടി ബെൽറ്റ് ഡ്രൈവ്സ് ഉണ്ട്. അക്കോർഡിംഗ് ടു പവർ ട്രാൻസ്മിറ്റഡ് ആണ്. അതിൻ്റെ ബേസിലാണ് ലൈറ്റ് ഡ്യൂട്ടി ബെൽറ്റ് ഡ്രൈവ്, മീഡിയം ബെൽറ്റ് ഡ്രൈവ്, ഹെവി ഡ്യൂട്ടി ബെൽറ്റ് ഡ്രൈവ്. ലൈറ്റ് ഡ്യൂട്ടി ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ യൂസ് ടു ട്രാൻസ്മിറ്റ് പവർ അപ്രോക്സിമേറ്റ്ലി 5 kW. അതിൻ്റെ ബെൽറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 m/s ആയിരിക്കും. മീഡിയം ഡ്യൂട്ടി ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം പവർ ട്രാൻസ്മിറ്റ് ഉപയോഗിക്കുന്നു. അപ്രോക്സിമേറ്റ്ലി 5 to 10 kW. അതിൻ്റെ സ്പീഡ് 10 to 20 m/s. ഹെവി ഡ്യൂട്ടി ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. എബവ് 20 kW മുകളിലോട്ടുള്ളത് ഹെവി ഡ്യൂട്ടിയാണ്. ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്: ക്രഷേഴ്സ്, എലിവേറ്റേഴ്സ്, മറൈൻ എൻജിൻസ് എക്സെട്ര. അതിനകത്തൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി ബെൽറ്റ്. അതാണ് നമ്മൾ ഡിസൈനകത്ത് അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അതായത് ഫ്ലാറ്റ് ബെൽറ്റ് ഉണ്ട്, വി ബെൽറ്റ് ഉണ്ട്, സർക്കുലർ, ട്യൂത്ത് ബെൽറ്റ്. അപ്പോൾ ഇതിനകത്ത് ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റുമാണ് നമുക്ക് മെയിനായിട്ടും ഡിസൈനായിട്ടും ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ക്രോസ് സെക്ഷൻ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നു. വി ബെൽറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ട്രപ്പീസോയിഡൽ ഷേപ്പാണ്. ഇനി ഇതൊക്കെ സർക്കുലർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ സർക്കുലർ ഷേപ്പിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റൊക്കെ നമുക്ക് നോക്കുക. പിന്നെ നമുക്ക് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബെൽറ്റ്. ഇതൊക്കെ തിയറി ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? കോട്ടൺ ഓർ ഫേബ്രിക് ബെൽറ്റ്സ് ഉപയോഗിക്കാം, ലെതർ ബെൽറ്റ് ഉപയോഗിക്കാറുണ്ട്, റബ്ബർ ബെൽറ്റ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ബെൽറ്റ്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ഡ്രൈവ്സ് എന്താണെന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫ്ലാറ്റ് ബെൽറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് പവർ ആൻഡ് ദർ ഇസ് നോ അപ്പർ ലിമിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പുള്ളി. അതായത് ലാർജ് എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം. കൂടുതൽ ലെങ്തിയിലും നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഫ്ലാറ്റ് ബെൽറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കണം. പിന്നെ ടൈപ്സ് ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈനകത്ത് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ തിയറി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നാമത്തത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇതിനകത്ത് ഒരു ഡ്രൈവർ ഷാഫ്റ്റ് ഒരു പുള്ളിയും കാണും, ഡ്രിവൺ പുള്ളിയും കാണും. ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ ബെൽറ്റ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡ്രൈവർ ഷാഫ്റ്റ് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡ്രിവൺ ഷാഫ്റ്റും ക്ലോക്ക് വൈസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ബെൽറ്റ് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ റൊട്ടേഷൻ പോകുന്നത്. അപ്പോൾ ബോത്ത് ഡ്രൈവർ ഷാഫ്റ്റ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് റൊട്ടേറ്റ് ഇൻ സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതിനെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയും. ഈ ബെൽറ്റിൻ്റെ ഈ മുകളിലുള്ള ഭാഗത്തെ നമുക്ക് സ്ലാക്ക് സൈഡ് എന്ന് പറയും, താഴെ ഈ വരുന്നതിൻ്റെ ടൈറ്റ് സൈഡ് എന്നാണ് പറയും. ഇങ്ങനെയാണ് അതിൻ്റെ റൊട്ടേഷൻ. അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു രീതിയിലുള്ള ഡയഗ്രമാണ് ഈ കാണിച്ചേക്കുന്നത്. അടുത്താണ് ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. അപ്പോൾ ഇവിടെ നമുക്ക് പടത്തിൽ തന്നെ കാണുമ്പോൾ അറിയാം ഈ ബെൽറ്റ് ക്രോസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഷാഫ്റ്റ് ക്ലോക്ക് വൈസിൽ കറങ്ങുകയാണെങ്കിൽ ഡ്രിവൺ ഷാഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുക. അപ്പോൾ അതാണ്, അതായത് ഡ്രൈവർ ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുകയാണെങ്കിൽ നമുക്കതിനെ എന്താണ് പറയുന്നത്? ക്രോസ് ബെൽറ്റ് അല്ലെ ട്വിസ്റ്റ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയും. പിന്നെ നമുക്ക് വരുന്നത് ഒരു കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് ഒക്കെയാണ്. കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കണക്ഷൻ, ഡ്രൈവർ ഡ്രിവൺ, ആ ഡ്രിവണിൽ നിന്ന് അടുത്ത കണക്ഷൻ പോകുന്നു. അല്ലെ അതിനെ ഫോളോവർ എന്നും നമുക്ക് പറയും. ഡ്രിവണിനെ വേറൊരു പേരാണ് ഫോളോവർ. അതാണ് അടുത്തത് ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡ്ലർ പുള്ളീസ്. അതായത് ഇതിൻ്റെ ഈ ബെൽറ്റിൻ്റെ ടെൻഷൻ അല്ലെങ്കിൽ ബെൽറ്റിൻ്റെ കണക്ഷൻ ഈ പുള്ളിയുമായിട്ട് കൂടുതൽ ചേർന്നിരിക്കാൻ വേണ്ടി ഒരു ഐഡ്ലർ പുള്ളിയും കൂടെ ഉപയോഗിക്കുന്നതാണ് ബെൽറ്റ് വിത്ത്
ഹൈറ്റിലെ പുള്ളി. പിന്നെ ഉണ്ട് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കോൺ പുള്ളിയുണ്ട്. അതായത് ഒരു പുള്ളിക്കകത്ത് തന്നെ പല തരത്തിലുള്ള കോൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് വേരി ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് സ്ലിപ്പ് ഓഫ് ബെൽറ്റ്, ഇതൊക്കെ നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാം. സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്ലിപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി. പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ഒരു റിലേറ്റീവ് മോഷനെ പറ്റി പറയുന്നതാണ് സ്ലിപ്പ്. അതായത് വെൻ ദ ഫ്രിക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ, ഈ ഫ്രിക്ഷൻ്റെ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇത് ഈ ഡ്രൈവർ പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കകത്ത് കടന്ന് ഈ ബെൽറ്റ് കറങ്ങുന്നത്. വെൻ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് ഡ്രൈവർ പുള്ളി ഈസ് ഇൻസഫിഷ്യൻറ്റ്, ദ ഡ്രൈവർ വിൽ റൊട്ടേറ്റ് വിത്തൗട്ട് ക്യാരിങ് ദ ബെൽറ്റ് വിത്ത്. അതായത് ഈ ഡ്രൈവർ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയുകയാണ് സഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഈ ഡ്രൈവർ പുള്ളി ബെൽറ്റ് ഇല്ലാതെ കടന്ന് കറങ്ങും. അതിനെ പറയുന്നതാണ് സ്ലിപ്പ് ഓഫ് ബെൽറ്റ് ബിറ്റ്വീൻ ഡ്രൈവർ ആൻഡ് ബെൽറ്റ്. അതുപോലെ തന്നെ വേറെ ഒന്നുണ്ട്, ബെൽറ്റ് ആൻഡ് ഡ്രിവൺ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയുവാണെങ്കിലും സ്ലിപ്പ് സംഭവിക്കും. അതിൻ്റെ ഒരു ഇക്വേഷൻസൊക്കെയാണ്, ഇത് നോട്ട് ചെയ്യണം, ഡേറ്റാ ബുക്കിലുണ്ടാവും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ക്രീപ്പ് ഓഫ് ബെൽറ്റ്. വെൻ ദി ബെൽറ്റ് പാസസ് ഫ്രം സ്ലാക്ക് സൈഡ് ടു ടൈറ്റ് സൈഡ്, എ പാർട്ട് ഓഫ് ബെൽറ്റ് ഈസ് എക്സ്റ്റെൻഡഡ്. വെൻ ദി ബെൽറ്റ് പാസസ് ഫ്രം ടൈറ്റ് സൈഡ് ടു സ്ലാക്ക് സൈഡ്, എ പാർട്ട് ഓഫ് belt will contract. This repeated extension and contraction makes the belt move with the relative motion. This relative motion is called a creep. അതായത് ഈ ബെൽറ്റും പുള്ളിയും തമ്മിലുള്ളൊരു ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സ്ലാക്ക് സൈഡിൽ നിന്നും ടൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ടൈറ്റ് സൈഡിൽ നിന്ന് സ്ലാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാകും. ഈ എക്സ്റ്റൻഷൻ കോൺട്രാക്ഷൻ്റെ ഫോഴ്സാണ് ഇതിനെ മൂവ് ചെയ്യിക്കുന്നത്. ആ റിലേറ്റീവ് മോഷനെ പറയുന്ന പേരാണ് ക്രീപ്പ്. അതിൻ്റെ ഇക്വേഷൻസൊക്കെ നോക്കി വെക്കുക. പിന്നെ നമുക്ക് ഡിസൈൻ ഓഫ് വി ബെൽറ്റാണ് പറയുന്നത്. ഫ്ലാറ്റ് ബെൽറ്റിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വി ബെൽറ്റിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വി ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വി ബെൽറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്ലെക്സിബിൾ കണ്ടക്ട് യൂസ് ഫോർ ട്രാൻസ്ഫർ പവർ ഫ്രം വൺ പുള്ളി ടു അനദർ ഹാവിങ് സെൻറ്റർ ഡിസ്റ്റൻസ് അപ് ടു 3. അതായത് രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലുള്ള സെൻറ്റർ ഡിസ്റ്റൻസ് 3 മീറ്ററിനുള്ളിലാണെങ്കിൽ, അതായത് ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടിയാണ് നമ്മൾ വി ബെൽറ്റ് ഉപയോഗിക്കുന്നത്. ഈ വി ബെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഹൈ വെലോസിറ്റി റേഷ്യോ കൂടുതലായിരിക്കും, 7 to 10. സ്മോളർ സെൻറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കും, റിലയബിലിറ്റി കൂടുതലായിരിക്കും, സ്മൂത്ത് ഓപ്പറേഷൻ ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കനോട്ട് ബി യൂസ്ഡ് ഫോർ ലാർജ് ഡിസ്റ്റൻസ്. ലാർജ് സെൻറ്റർ ഡിസ്റ്റൻസിലൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. ഇതിനകത്ത് ഇതാണ് നമ്മുടെ വി ബെൽറ്റിൻ്റെ ക്രോസ് സെക്ഷൻ. ഇതിന് ട്രപ്പസോയിഡൽ ക്രോസ് സെക്ഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഗ്രൂവ് ആംഗിളൊക്കെ ഉണ്ട്. അതിനെ നോർമലി 40 ഡിഗ്രി ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത്. അത് ക്രോസ് സെക്ഷനാണ്. പിന്നെ നമുക്ക് അടുത്ത പഠിക്കുന്നത് ഡിസൈൻ ഓഫ് ചെയിൻ ഡ്രൈവ് അല്ലെങ്കിൽ റോളർ ചെയിൻ. നമുക്കറിയാം, നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത്, നമ്മൾ സൈക്കിളിലൊക്കെ മോട്ടോർ സൈക്കിളിലൊക്കെ ചെയിൻ ഡ്രൈവ്സ് ഉപയോഗിക്കും. അപ്പോൾ ഈ ചെയിൻ ഡ്രൈവ്സിനകത്ത് 2 വീലുകളുണ്ടാവും. അതിനെ ഒന്ന് സ്പ്രോക്കറ്റ് എന്നാണ്. ഇത് ഡ്രൈവർ സ്പ്രോക്കറ്റ്, ഇത് ഡ്രിവൺ സ്പ്രോക്കറ്റ്. ഗിയറിൻ്റെ ടൂത്ത് കണക്കുള്ള വീലുകൾ അത് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ ചെയിൻ പാസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസ്. എ ചെയിൻ ഡ്രൈവ് കൺസിസ്റ്റ് 2 sprocket ആൻഡ് എൻഡ്ലെസ് ചെയിൻ. ദിസ് ചെയിൻ ഈസ് റാപ്പിഡ് അറൗണ്ട് 2 sprockets. അപ്പോൾ ആ ചെയിനാണ് ഇതിൻ്റെ സ്പ്രോക്കറ്റിലൂടെ കറങ്ങുന്നത്. ചെറുതിനെ ഡ്രൈവർ സ്പ്രോക്കറ്റ്, ഡ്രിവൺ സ്പ്രോക്കറ്റ്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ചെയിൻ ഡ്രൈവ്സ് ക്യാൻ ബി യൂസ്ഡ് ലോങ് ഓർ ഷോർട്ട്. ലോങ് ഡിസ്റ്റൻസിനും കുറച്ചും ഉപയോഗിക്കാം, ഷോർട്ട് സെൻറ്റർ ഡിസ്റ്റൻസിനും. ഈ സെൻറ്റർ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് 2 ഷാഫ്റ്റുകൾ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഉദ്ദേശിക്കുന്നത്. മോർ കോമ്പാക്റ്റ് ആണ്. എഫിഷ്യൻസി ഓഫ് ചെയിൻ ഡ്രൈവ് അപ്രോക്സ് 90 ഹയർ ദാൻ ദി ബെൽറ്റ് ഡ്രൈവിനേക്കാളും കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും. ദർ ഇസ് നോ സ്ലിപ്പ്. അതായത് ബെൽറ്റ് ഡ്രൈവിനകത്തുള്ളതുപോലെ സ്ലിപ്പിനത് ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഈ ചെയിനൊക്കെ ഒരു ഈ സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ടീത്ത് എന്ന് പറഞ്ഞാൽ ഈ ചെയിനകത്ത് കയറി ഇറങ്ങിയാണ് പോകുന്നത്. അതുകൊണ്ട് അതിനകത്ത് സ്ലിപ്പ് ഉണ്ടാകാൻ സാധ്യത. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് മെയിൻ്റെനൻസ് റിക്വയർഡാണ്, നോയ്സി ഓപ്പറേഷൻ ആയിരിക്കും, ഡിസൈൻ ഈസ് കോംപ്ലിക്കേറ്റഡ്. അത് ലൂബ്രിക്കേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി, ബൈസൈക്കിൾ, മോട്ടോർ സൈക്കിൾ, ഓട്ടോമൊബൈലിനകത്ത് ഉപയോഗിക്കും, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലൊക്കെ ഉപയോഗിക്കും. പിന്നെ ടൈപ്സ് ഓഫ് റോളർ ചെയിൻസ് ആണ്. റോളർ ചെയിൻ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് റോളർ ചെയിൻ ഉണ്ട്, പിന്നെ മെയിനായിട്ട് നമുക്ക് വരുന്ന ബുഷ് ചെയിൻ ഉണ്ട്, ദെൻ സൈലൻറ്റ് ഓർ ഇൻവേർട്ടഡ് ചെയിൻ. ഇതൊക്കെയാണ് ബുഷ് ചെയിൻ്റെ ഡയഗ്രാംസ്. ഇത് റോളർ ചെയിൻ. നമ്മൾ റോളർ ചെയിനൊക്കെയാണ് നമ്മൾ നോർമലി കാണുന്നത്. ഈ റോളർ ചെയിൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ചെയിൻ ഇൻ വിച്ച് ഓൾട്ടർനേറ്റ് ഇന്നർ ആൻഡ് ഔട്ടർ ലിങ്ക്സ് ആർ കണക്റ്റഡ് ബൈ ഹിഞ്ച്ഡ് ജോയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ തിയറിക്കകത്ത് പഠിക്കാനുള്ളത്. പിന്നെ പവർ റേറ്റിംഗ് ഓഫ് റോളർ ചെയിനൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇക്വേഷൻസൊക്കെ നമുക്ക് നോക്കിയേക്കണം, പ്രോബ്ലമൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇത് വിയറും ടിയറും ഒക്കെ ഉണ്ടാകാറുണ്ട്, അത് ഫറ്റീഗ്, അതൊക്കെ നോക്കണം. പിന്നെന്താണ് ഇതിനകത്ത്, അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ മോഡ്യൂൾ 5 തിയറി പോർഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിൻ്റെ നമുക്ക് അടുത്ത് നോക്കാം.